CTTC Computer Teacher Training Course. C++, Python, Tally plus GST Expert. AI Artificial Intelligence DCA Government Approved Diploma in Computer Application EL Office. Digital Marketing, Web Designing DTP, Vacation Courses, Spoken English. Sri Shankaracharya Computer Center, Ottapalam. ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിയെ ബി.ജെ.പി. കൗൺസിലർമാർ ഉപരോധിച്ച സംഭവം വെറും സമര നാടകമാണെന്ന് യു.ഡി.എഫ്. കൗൺസിലറും മുസ്ലിം ലീഗ് നേതാവുമായ പി.എം.എ. ജലീൽ ആരോപിച്ചു. ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിയെ ബി.ജെ.പി. കൗൺസിലർമാർ ഉപരോധിച്ച സംഭവം വെറും സമര നാടകമാണെന്ന് യു.ഡി.എഫ്. കൗൺസിലറും മുസ്ലിം ലീഗ് നേതാവുമായ പി.എം.എ. ജലീൽ ആരോപിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചേർന്ന കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടും അത് നഗരസഭയുടെ ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടുത്തിയില്ലെന്ന വിഷയത്തിൽ എ.സി.വിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭാ സെക്രട്ടറിയെ സംരക്ഷിക്കുന്നതിനായി ബി.ജെ.പി. നടത്തിയ ഉപരോധം വെറും സമര നാടകമാണെന്ന് പി.എം.എ. ജലീൽ ആരോപിച്ചു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നിന്നും സെക്രട്ടറിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്നലെ ബി.ജെ.പി. ഒരു സമരനാടകം നടത്തി സംഘടിപ്പിച്ചിരിക്കുകയാണ്. സെക്രട്ടറിയെ ഉപരോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരനാടകം ഇന്നലെ ബി.ജെ.പി. സംഘടിപ്പിച്ചു. അത് സെക്രട്ടറിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. സെക്രട്ടറിയെ രക്ഷപ്പെടുത്താനും മറ്റ് സമരങ്ങളെ അപ്രസക്തമാക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഉപരോധം നടത്തിയതെന്നും വിഷയവുമായി ബന്ധപ്പെട്ട പരാതികൾ ഇല്ലാതാക്കുന്നതിനായി ഭരണപക്ഷവും ബി.ജെ.പിയും നഗരസഭാ സെക്രട്ടറിയും ചേർന്ന് നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായാണ് സെക്രട്ടറിയെതിരായ ഉപരോധം അരങ്ങേറിയതെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു സമരങ്ങളെ അപ്രസക്തമാക്കാൻ വേണ്ടിയാണ്, അതിനുമായി ബന്ധപ്പെട്ട പരാതികൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബി.ജെ.പിയും സെക്രട്ടറിയും ഭരണസമിതിയും ഒത്തുകളിച്ച ഒരു നാടകമാണ് ഇന്നലെ ഒറ്റപ്പാലം നഗരസഭയിൽ സെക്രട്ടറിക്കെതിരെ ഉപരോധം എന്ന രീതിയിൽ നടത്തിയിട്ടുള്ളത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും 20 പ്രതിപക്ഷ കൗൺസിലർമാർ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടും കൗൺസിലിന്റെ അനുമതിയില്ലാതെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച തുക തിരിച്ചുപിടിക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നതായി പി.എം.എ. ജലീൽ വ്യക്തമാക്കി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണം. ഈ കൗൺസിലിന് അനുമതി ഇല്ലാതെ പണം നൽകിയത് തിരിച്ചുപിടിക്കണം എന്നാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്.